കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ആശാ വർക്കർമാരുടെ സമരം. 27 ദിവസം പിന്നിടുന്നു. ഇന്ന് വനിതാ ദിനത്തിൽ അവർ ഒരു മഹാസംഗമം തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി. ഏറ്റവും തുടക്കത്തിലെ തന്നെ നമ്മുടെ എല്ലാ അതിഥികളും പറഞ്ഞത് സ്ത്രീയുടെ ആത്മാഭിമാനം, അന്തസ്സ് ഇവയൊക്കെയാണ് ഉയർത്തേണ്ടത് എന്നാണ്. പക്ഷേ ഈ വനിതകൾക്ക് ഈ സമരത്തിൽ ഉടനീളം നേരിട്ടത് ഏത് രീതിയിൽ എത്രത്തോളം മോശമായ പരാമർശങ്ങളും അപമാനിതരാക്കപ്പെടുകയുമായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. നിരന്തരം അവരെ വേട്ടയാടുന്ന ഒരു രാഷ്ട്രീയ വൃന്ദം തന്നെ അവർക്ക് ചുറ്റും ഉണ്ടായതും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒരു മാറ്റവുമില്ലാതെ അവർ ഇപ്പോഴും ആ സമരത്തിൽ ഉറച്ചു നിൽക്കുന്നു, തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കും എന്ന് പറയുന്നു. ആ ഉറച്ച മനസ്സിനെ ആദ്യം തന്നെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അവർ നേരിടുന്ന വ്യഥകൾ, അവർ നേരിടുന്ന അപമാനം, ഇതിനൊക്കെ ആരാണ് ഉത്തരവാദികൾ? ആശാവർക്കർമാരുടെ വിഷയത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു 2 കാര്യങ്ങൾക്കുള്ള മറുപടി എനിക്ക് ഇവിടെ പറയാനുണ്ട്. ശ്രീമതി രാഖി രവികുമാർ പരാമർശിച്ചിട്ടുള്ള 2 കാര്യങ്ങൾ നമ്മളിവിടെ തീർച്ചയായിട്ടും ഒരു കേസിനെയും ചെറുതായി കാണുന്നില്ല. സ്ത്രീകൾക്കെതിരെയുള്ള ഏതൊരു അതിക്രമങ്ങളും അധിക്ഷേപങ്ങളും എല്ലാം തന്നെ നിർത്തലാക്കപ്പെടണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അത് കേരളത്തിനകത്തായാലും ശരി പുറത്തായാലും ശരി, ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കുറ്റവാളികളെ കണ്ടെത്തണം, നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ അവരെ കൊണ്ടുവരണം, അർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഇവിടെ ശ്രീമതി രാഖി പറഞ്ഞിരിക്കുന്നത് മണിപ്പൂരിൽ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച്. പക്ഷെ നമ്മളെപ്പോഴും ഉത്തരേന്ത്യയിലേക്ക് നോക്കി നിൽക്കുന്നതിന് പകരം നമ്മുടെ സംസ്ഥാനത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുകൂടി ഒരു അവലോകനം തീർച്ചയായിട്ടും നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇവിടെ വാളയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 2 പിഞ്ചു കുട്ടികളെ, പ്രായപൂർത്തിയാകാത്ത 2 പിഞ്ചു കുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കിയിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടേത്. അവിടെ നീതി ആവശ്യപ്പെട്ടുകൊണ്ട് തല മുണ്ഡനം ചെയ്തുകൊണ്ട് തെരുവിലിറങ്ങി പ്രതിഷേധിച്ച ഒരു അമ്മയുടെ നാടാണ് നമ്മുടെ സംസ്ഥാനം. അവസാനം നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വകവെച്ചുകൊണ്ട് ഇവിടെ സർക്കാർ, നമ്മുടെ ഭരണ സംവിധാനം ആ പ്രതിയെ പിടികൂടിയിരുന്ന പശ്ചാത്തലത്തിൽ ആ പ്രതി CPM കാരനാണ് എന്നുള്ളൊരു കാരണം കൊണ്ട് ആ പ്രതിക്ക് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടേത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മറ്റ് വടക്കേ ഇന്ത്യയിലെ വിഷയങ്ങൾ മാത്രം, തെക്കേ ഇന്ത്യയിലെ വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ കാര്യമാത്ര പ്രസക്തമായിട്ട് എടുക്കേണ്ടത് എന്നുള്ള നിലപാടിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ സാധിക്കില്ല. ഇവിടെ പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന വിഷയങ്ങൾ ചെറുതായി കാണുന്നതല്ല, അതിന് ഉപരിയായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ അതിനൊരു പരിഹാരം എന്ന വണ്ണം നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് ഈ സംസ്ഥാനം എങ്ങനെ മുൻപോട്ട് കൊണ്ടുവരാമെന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയാണ് നമുക്ക് തീർച്ചയായിട്ടും ആവശ്യം. രണ്ടാമതൊരു വിഷയം എന്ന് പറയുന്നത് മൊണാലിസ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുംഭമേള നടക്കുന്ന ഇടത്തു നിന്നും നമ്മുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നു. ആ കുട്ടി ഇപ്പോൾ എഴുത്തും വായനയും പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ശ്രീമതി രാഖിയെ ക്ഷണിക്കുകയാണ് വയനാട്ടിലേക്കും അതുപോലെ പാലക്കാട്, അട്ടപ്പാടി മേഖലകളിലേക്കുമൊക്കെ. അവിടെ ട്രൈബൽ പീപ്പിൾ എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അവിടെ എഴുത്തും വായനയും അറിയാത്ത എത്ര ആളുകളെ നിങ്ങൾക്ക് കാണണം. എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓരോ സംസ്ഥാനത്തും നമ്മുടെ സംസ്ഥാനം നമ്പർ 1 ആണ്, 100% സാക്ഷരത കൈവരിച്ചു എന്ന് പറയുമ്പോൾ ഈ പ്രദേശങ്ങളിൽ, ഈ ട്രൈബൽ കമ്മ്യൂണിറ്റി നിലകൊള്ളുന്ന പ്രദേശങ്ങളിൽ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ സ്കൂളിൻ്റെ പടി പോലും കാണാതെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മമാരായിരിക്കുന്ന നിരവധി പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഇടം നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് വിസ്മരിച്ചുകൊണ്ട് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ എഴുത്തും വായനയും അറിയാത്ത കുട്ടികളെ ടാർഗറ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരിലേക്കും ആ ഒരു വിദ്യാഭ്യാസം എത്തിപ്പെടണം എന്നുള്ള കാര്യത്തിൽ ദൃഢനിശ്ചയത്തോടു കൂടെ തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു തൊഴിൽ മേഖലയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുള്ളൂ. തൊഴിലുണ്ടെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ അപ്ലിഫ്റ്റ്മെന്റ് ഉള്ളൂ. അങ്ങനെ മാത്രമേ സ്ത്രീക്ക് ഒരു കോൺഫിഡൻസോട് കൂടെ മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു വരുമാനം വേണം. ആ വരുമാനദായകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് എപ്രകാരം ആ പദ്ധതികൾ നടപ്പിലാക്കാം എന്നുള്ളൊരു പോസിറ്റീവ് തിങ്കിങ് നമ്മുടെ പ്രദേശത്ത് നിന്നും ഉയർന്നു വരേണ്ടതാണ്. ഇന്നിവിടെ സൂചിപ്പിച്ച മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കിലോമീറ്ററുകളോളം താണ്ടി കുടിവെള്ളം കൊണ്ടുവരുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ ഭാരതത്തിലുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരി മനസ്സിലാക്കേണ്ടത് ഈ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് എല്ലാ വീടുകളിലേക്കും എല്ലാ അമ്മമാർക്കും കുടിവെള്ളം എത്തിക്കണം എന്നുള്ള ബൃഹത് പദ്ധതിയായിട്ട് ജൽജീവൻ മിഷൻ പദ്ധതി ആവിഷ്കരിച്ചതും മറ്റെല്ലാ സംസ്ഥാനങ്ങളും അത് 100% കൈവരിച്ച സാഹചര്യത്തിലും നമ്മുടെ കേരളത്തിൽ ഇന്നും അത് പാതി വഴിയിലായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നിലകൊള്ളുന്നത്. അപ്പോൾ പല ഭാഗങ്ങളിലും പൈപ്പ് ലൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ കണക്ടിവിറ്റി ഉറപ്പാക്കാത്തത് കൊണ്ട് കുടിവെള്ളം എത്താത്ത നിരവധിയായിട്ടുള്ള പ്രദേശങ്ങൾ നമ്മുടെ
സംസ്ഥാനത്തുണ്ട്. പക്ഷെ അതേ സമയത്ത് കുടിവെള്ളം എത്തിപ്പെടുക പോലും ചെയ്യാതിരുന്ന മറ്റ് പല സംസ്ഥാനങ്ങളും 100% ഇത് അച്ചീവ് ചെയ്തു എന്നുള്ളതും വസ്തുതയാണ്. ഇനി താങ്കളുടെ ചോദ്യം ആശാ വർക്കർമാരുടെ സമരത്തെക്കുറിച്ച്. 27 ദിവസം പിന്നിട്ടിട്ടുള്ള തീർത്തും ന്യായമായിട്ടുള്ള ഒരു സമരം. ആശാ വർക്കർമാർ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയെ കോവിഡിന്റെ സമയത്ത് അതിന്റെ നെടുംതൂണായിട്ട് പ്രവർത്തിച്ചിരുന്ന സഹോദരിമാരാണ്. ആയിരക്കണക്കിന് ആശാ വർക്കർമാരാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഈ ആശാ വർക്കർമാരുടെ ഒരു സംഘടന തന്നെയാണ് തീർച്ചയായിട്ടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ആരംഭിച്ചത്. ഈ സമരം ആരംഭിച്ച വേളയിൽ അവർക്ക് 3 മാസത്തെ ശമ്പളമായിരുന്നു പെൻഡിങ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇൻസെന്റീവ്സ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ 7000 രൂപ ആശാ വർക്കർമാർക്ക് ശമ്പളവും അതിൽ കൂടുതൽ കിട്ടുന്നത് ഇൻസെന്റീവ്സ്. അത് ഡിപ്പെൻസ്. ഓരോ പ്രദേശത്ത് ഗർഭിണികൾക്ക് ചികിത്സ നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വാസക്ടോമി ചെയ്തിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർക്ക്, അതുപോലെ ഓരോ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് അവരുടെ ഇൻസെന്റീവ്സ് അനുവദിച്ച് നൽകുന്നത്. ആ ഇൻസെന്റീവ്സിൽ വർധന വരണമെന്നും 232 രൂപ എന്ന് പറഞ്ഞ ചെറിയ തുകയിൽ നിന്ന് അവരുടെ ഇൻകം വർദ്ധിപ്പിക്കണമെന്നും 7000 രൂപ ഓണറേറിയം എന്നുള്ളത് വർദ്ധിപ്പിക്കണമെന്നുള്ള തീർത്തും ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ് ആശാ വർക്കർമാർ ഉന്നയിക്കുന്നത്. നമുക്കറിയാം, ഒരു AC റൂമിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന വർക്കല്ല ആശാ വർക്കർമാരുടേത്. ഫീൽഡിൽ ഇറങ്ങിക്കൊണ്ട് രാപ്പകൽ ഒരുപോലെ പുറമെ വെയിലും മഴയും കൊണ്ട് ചെയ്യുന്ന ഒരു അധ്വാനമാണ് ആശാ വർക്കർമാരുടേത്. അത് പല സാംക്രമിക രോഗങ്ങളും തടയുന്നത് ബ്ലീച്ചിങ് പൗഡർ പോലെയുള്ള ശുചീകരണ പ്രക്രിയകൾ നമ്മുടെ ഓരോ വീടുകളിലേക്കും എത്തിക്കുന്നത്, കണക്കുകൾ എടുത്തുകൊണ്ട് കോളറ നിർമ്മാർജ്ജനം ചെയ്യുന്നത്, മഞ്ഞപ്പിത്തം ഇപ്പൊ പടർന്നു പന്തലിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധിയായിട്ടുള്ള സർവേയുടെ ഭാഗമായിട്ട് നിരന്തരമായിട്ട് ജനങ്ങളുമായിട്ട് സംവദിച്ചുകൊണ്ടും വീടുകളുമായിട്ടുള്ള സമ്പർക്കം നടത്തിക്കൊണ്ട് ഫീൽഡിൽ തന്നെ 24 മണിക്കൂറും സമയം ചെലവഴിക്കുന്ന ആശമാർ അവരുടെ ജെനുവിനായിട്ടുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടൊരു സമരം ചെയ്യുമ്പോൾ ആ സമരത്തിനെ അധിക്ഷേപിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും അടിച്ചൊതുക്കുന്ന ഒരു പ്രവണതയായിട്ടാണ് സംസ്ഥാന സർക്കാർ മുൻപോട്ട് പോകുന്നത്. സമരം ആരംഭിക്കുന്ന വേളയിൽ 3 മാസത്തെ ശമ്പളമായിരുന്നു പെൻഡിങ് എങ്കിൽ അതിനുശേഷം കുറ്റപ്പെടുത്തിയത് കേന്ദ്ര സർക്കാരിനെയാണ്. കേന്ദ്ര സർക്കാർ പണം അനുവദിക്കാത്തത് കൊണ്ടാണ് ശമ്പളം കൊടുക്കാൻ സാധിക്കാത്തത് എന്നാണ് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ആയാലും ശരി, ശ്രീമതി വീണ ജോർജ് ആയാലും ശരി, കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രത്തിന്റെ തലയിൽ അത് കെട്ടിവെച്ചുകൊണ്ട് തടി ഊരാനുള്ള ഒരു പരിശ്രമമാണ് തുടക്കത്തിൽ നൽകിയിരുന്നത്. എന്നാൽ കണക്കുകൾ പുറത്തുവിട്ട സമയത്ത് 2024-25 സാമ്പത്തിക വർഷത്തിൽ കേരളം ആവശ്യപ്പെട്ട കണക്കും കേന്ദ്രം നൽകിയിരിക്കുന്ന കണക്കും വെച്ചുകൊണ്ട് 100 കോടിയുടെ കുറവ് അത് കേന്ദ്രത്തിൽ നിന്നും വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ആക്ഷേപവുമായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനവുമായിട്ട് ശ്രീമതി വീണ ജോർജ് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ നമുക്ക് കണക്കുകൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയിരിക്കുന്ന കണക്ക് എന്ന് പറയുന്നത് കേരളം 2024-25 സാമ്പത്തിക വർഷത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് 913.24 കോടി രൂപയാണ്. അത് കേരളം കൊടുത്ത കണക്കാണ്. എന്നാൽ ആദ്യം ജനുവരി ലാസ്റ്റിലേക്ക് കിട്ടിയിരുന്ന വിവരാവകാശത്തിന്റെ മറുപടി എന്ന് പറയുന്നത് 815.71 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് എന്നാണ്. എന്നാൽ അതിനുശേഷം 97 കോടിയുടെ കുറവുണ്ട്. 97 കോടി കണക്കുകളിൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോഴാണ് പിന്നീട് അധിക്ഷേപത്തിലേക്ക് വന്നതും. സമാന്തരമായി ഈ ശ്രീമതി നവ്യ ഹരിദാസ് ഓർക്കുന്നുണ്ടാകും, CITUവിന്റെ നേതൃത്വത്തിൽ ഈ ആശാ വർക്കർമാരുടെ സമരത്തിന് സമാന്തരമായി ചില സമരങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ തയ്യാറാകുകയുണ്ടായി. പക്ഷേ അതെല്ലാം പൊളിയുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിഞ്ഞത്.